കഷായത്തിൽ വിഷം കലർത്തി ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. തിരുവനന്തപുരം പാറശാല സ്വദേശി ഷാരോൺ രാജീവിനെ പെൺസുഹൃത്തായ ഗ്രീഷ്മയും വീട്ടുകാരും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2022 ഒക്ടോബർ 14 പാറശാല സ്വദേശിയായ ഷാരോൺ രാജിനെ പെൺസുഹൃത്തായ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകിയത്. ഒക്ടോബർ 25 ഷാരോൺ മരിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് ആയിരുന്ന ലെനി തോമസിന് ഷാരോൺ നൽകിയ മരണമൊഴിയിലാണ് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞത്. കഷായത്തിൽ വിഷം കലർത്തിയതായി പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തി. ഗ്രീഷ്മ കോടതിയിൽ കുറ്റസമ്മതവും നടത്തി. 1 വർഷത്തിലധികമായി ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു. മറ്റൊരു വ്യക്തിയുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചു. എന്നാൽ ഷാരോൺ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഗ്രീഷ്മയും അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാറും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. 2 തവണ ജ്യൂസിൽ അമിത ഡോസുള്ള മരുന്ന് നൽകിയെങ്കിലും കയ്പ് കാരണം ഷാരോൺ കുടിച്ചില്ല. തുടർന്നാണ് കഷായത്തിൽ കളനാശിനി ചേർത്ത് നൽകിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തിയത്. ഈ മാസം 3 അന്തിമവാദം പൂർത്തിയായി. പ്രതികൾ കുറ്റക്കാരാണോ എന്നതിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക അടുത്ത ദിവസമാകാനാണ് സാധ്യത. സാജിദ് അജ്മൽ, മീഡിയ 1, തിരുവനന്തപുരം.